വിവാഹ തട്ടിപ്പ് കേസിലെ പ്രതി രേഷ്മയെ തിരുവനന്തപുരം ആര്യനാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. രേഷ്മ വർഷങ്ങളായി തുടരുന്ന കല്യാണ തട്ടിപ്പിൽ കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ആര്യനാട് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹം നടക്കാനിരിക്കെയാണ് രേഷ്മയുടെ കല്യാണ തട്ടിപ്പ് പുറത്തായത്. എറണാകുളം സ്വദേശി രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് ഞെട്ടിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 10 പേരെ രേഷ്മ ഇതിനകം വിവാഹം കഴിച്ച് കടന്നുകളഞ്ഞുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രേഷ്മയുടെ ആദ്യ വിവാഹം നിയമപരമായി പിരിഞ്ഞു. 2022 സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പാലക്കാട് സ്വദേശി വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം വിദേശത്തേക്ക് പോയി. പിന്നീട് 2022 തന്നെ വൈക്കം സ്വദേശി വിവാഹം കഴിച്ചു. കാലടി സർവകലാശാലയിലെ തിരുവനന്തപുരം കേന്ദ്രത്തിൽ താൽക്കാലിക ജോലിക്ക് വരുന്നതിനിടയിൽ ട്രെയിനിൽ വെച്ചാണ് വൈക്കം സ്വദേശിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് 2023 കൊല്ലം സ്വദേശിയുമായുള്ള വിവാഹം. ഈ ബന്ധത്തിലാണ് ഒരു ആൺകുഞ്ഞുള്ളത്. പിന്നീടും പലയിടത്തും വിവാഹങ്ങൾ. അടുത്തിടെ തിരുവനന്തപുരം ആര്യനാട്ടുള്ള പഞ്ചായത്ത് അംഗവും തിരുമല സ്വദേശിയായ യുവാവുമായുള്ള വിവാഹം തീരുമാനിച്ചു. സംശയം തോന്നിയ ബന്ധുക്കൾ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു. മറ്റൊരാളുമായുള്ള വിവാഹത്തിന്റെ രേഖകൾ ലഭിച്ചതോടെയാണ് പോലീസിന് പരാതി നൽകിയത്. തുടർന്ന് റിമാൻഡിലായ രേഷ്മയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി. മുൻപ് രേഷ്മ നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ കൂടുതൽ പരാതികളൊന്നും എത്തിയിട്ടില്ലെന്നാണ് ആര്യനാട് പോലീസ് വ്യക്തമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.